ഹായ് ഹലോ നമസ്കാരം. ആര്യാണേ. കൂടത്തിൽ ചക്കിയുണ്ട്, യാദവും ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഇന്നൊരു സൺഡേ ഈവനിങ് വ്ലോഗാണേ. നമ്മൾ എല്ലാവരെയും കൂട്ടിക്കൊണ്ട് ചൈതന്യ പാർക്കിൽ വന്നതാ. അപ്പം ഒരു ഈവനിങ് വ്ലോഗ് കണ്ടിട്ട് വന്നാലോ? ബാ. അപ്പോൾ യാദോട്ടിൻ്റെ ഈ ഡാൻസ് കളിയും തുള്ളക്കും അവനും പാർക്കിൽ കൊണ്ടുപോകുന്നതിൻ്റെ സന്തോഷം കേട്ടോ. അപ്പോൾ അവനെ കൊണ്ട് ഒന്ന് രണ്ടാഴ്ചയായി പാർക്കിലേക്കൊക്കെ ഇറങ്ങിയിട്ട്. അയ്യോ ദേ എൻ്റെ നാട്ടിലെ ഹരിതാപവും പച്ചപ്പും ഊഷ്മളതേ, എന്ത് ഭംഗിയല്ലേ എൻ്റെ നാട് കാണാൻ. അപ്പം എനിക്ക് എവിടെ ചെന്നാലും എൻ്റെ നാടിനോട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മളിതേ നേരെ ചൈതന്യ പാർക്കിൽ എത്തി കേട്ടോ. ഇവനെ പിന്നെ പിടിച്ചാൽ കിട്ടത്തില്ല യാദവിന് ഇവിടുത്തെ മുക്കും മൂലയും സഹിതം അവനറിയാം. പിന്നെ ഞങ്ങൾ അവനെ മൈൻഡ് ചെയ്യാറേ ഇല്ല. എന്താന്ന് വെച്ചാൽ ചെയ്യട്ടല്ലേ. ചെറുക്കൻ നേരെ ഓടുന്നത് ഇതിൻ്റെ കാറിൻ്റെ സെക്ഷനിലേക്കാട്ടോ. ഇവിടെ ഏറ്റവും ആദ്യം വന്നു കഴിഞ്ഞാൽ അവൻ ഈ കാറേ കയറണം. വേണ്ടേ? അവന് വേണ്ടത് വണ്ടി അവൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇവിടുന്ന് വണ്ടിയെ കയറിയിരുന്നു. അപ്പം ചക്കി തേണ്ട അവിടെ നിന്ന് ബില്ലടച്ചിട്ട് വരുന്നുണ്ട്. കിട്ടിയോ? ബില്ലടച്ച് കഴിയുമ്പോഴാണ് ഈ വണ്ടി നമുക്ക് കയ്യിലോട്ട് തരുന്നത്. 150 രൂപയാണ്. 15 മിനിറ്റേ ഉള്ളൂ 150 രൂപയ്ക്ക്. കുഴപ്പമില്ല. പിന്നെ പിള്ളേരെ സംബന്ധിച്ച് അവർക്കിങ്ങനെ പാർക്കിലൂടെയൊക്കെ ഓടിക്കുമ്പം ഒരു നല്ല രസമുണ്ട്, കാണാനും രസമുണ്ട്, പിള്ളേർക്കും ഒരു രസമാണ്. നമ്മുടെ വീട്ടിൽ വണ്ടി ഉണ്ടെന്നൊക്കെ പറഞ്ഞാലും നമ്മുടെ റൂമിൻ്റെ അകത്തൂടെ മാത്രമല്ലേ ഓടിക്കുന്നുള്ളൂ. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് അടിപൊളിയാണ്. യാദൂട്ടൻ്റെ വണ്ടി ഓടിയിൽ കഴിയുന്നവിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. അപ്പം നമ്മൾ പോകുന്നത് മണ്ടയിലാണ് കേട്ടോ, നമ്മൾ കയറിയിരിക്കുന്നത്. അപ്പോൾ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നേ, ഒത്തിരി ആൾക്കാരുണ്ട്. ഞങ്ങളിപ്പോൾ മേളിലൊന്ന് ജസ്റ്റ് മേളിൽ കയറിയിരുന്നു. ചക്കി ഐസ്ക്രീം വാങ്ങിക്കാൻ വേണ്ടി പോയിപ്പോൾ. അപ്പോൾ അവൾ ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വരട്ടോ. നമുക്കൊരു ഐസ്ക്രീം ഒക്കെ തന്നെ ഇവിടെ ഇരിക്കാം. എന്തായാലും ഇവൻ ഇവിടുന്ന് വരണമെങ്കിൽ കുറച്ച് താമസം എടുക്കും. ഒരു മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ അത്ര 1-2 മണിക്കൂറൊക്കെ എടുക്കും. അത് കഴിഞ്ഞിട്ട് ഒരാളെ കാണിച്ചു തരാം. യാദവ് ഡോറടയ്ക്ക് പിന്നെ യാദവോ. നിങ്ങൾ വരുന്ന സമയത്ത് ഇവിടെ ആരും കാണാറില്ലേ. ഇന്നിപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പോൾ എല്ലാവരും ഇരുന്ന് ഐസ്ക്രീം ഒക്കെ കഴിച്ചു കേട്ടോ. എനിക്ക് മാംഗോ ബാർ ആയിരുന്നു ഇഷ്ടം. എൻ്റെ മാംഗോ ബാർ ഞാൻ നേരത്തെ തന്നെ അകത്താക്കി കേട്ടോ. പക്ഷേ ഇത് കോണോട് എനിക്ക് അത്രയ്ക്കങ്ങ് വലിയ താല്പര്യമില്ല. പിന്നെ ഒന്ന് ജസ്റ്റ് ടേസ്റ്റൊക്കെ നോക്കുന്നേ ഉള്ളൂ. നല്ല സംഭവം കേട്ടോ. ഇതൊക്കെ ഒത്തിരി പിള്ളേർക്കൊരു നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആട്ടോ. ഞങ്ങൾ മിക്കപ്പോഴും ഇവനെയും കൊണ്ട് ഇവിടെ വരാറുണ്ട്. നമ്മൾ കളിക്കാൻ മാത്രമല്ല അവിടെ ഒരുപാട് കാണാനുമുണ്ട്. ഈ കാണുന്നതാണ് ഗിനിപ്പന്നി. അപ്പോൾ ചക്കി ദേ അവിടുന്ന് പുളിയുണ്ട്, ചിലിമ്പപ്പുളി. അപ്പോൾ ആ പുളി കുറച്ച് പറിച്ചിട്ട് ഇതുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പോക്കാണേ. അപ്പോൾ ഒരുപാട് പേര് ഫോട്ടോ എടുക്കുന്നവരുണ്ട്, വീഡിയോ എടുക്കുന്നവരുണ്ട്. അപ്പോൾ കുറേ മക്കൾ സെറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ പിള്ളേർ സെറ്റൊക്കെ വന്നിട്ട് വേണ്ടേ അതിനെ ഗിനിപ്പന്നിക്ക് ഇങ്ങനെ പുളിയൊക്കെ കൊടുക്കുവേ. അപ്പോൾ ചക്കി കുറേ നേരം ആ സൈഡിലും ഈ സൈഡിലും ഒക്കെ നിന്ന് പുളിയും കൊണ്ട് നിൽക്കാൻ തുടങ്ങിയിട്ട് കേട്ടോ. പക്ഷേ ചക്കിയുടെ പുളി ആർക്കും വേണ്ട ഗൈസ്. അപ്പോൾ അതിൽ നിന്ന് പരാജയപ്പെട്ട് പുള്ളിക്കാരത്തി നേരെ ഇറങ്ങി വന്ന് അവിടെ വീഡിയോയ്ക്ക് പോസ് ചെയ്ത് നിൽക്കുന്ന നിപ്പാണേ. കുറച്ച് നേരം ഇരുന്നപ്പോൾ തന്നെ നമ്മളും മടുത്തു കേട്ടോ. ഇതെന്തിൻ്റെ കുഞ്ഞാണോ, ഇതിനൊരു മടുപ്പും ഇല്ല. വാങ്ങിക്കാം. അപ്പം നമ്മൾ ഇന്ന് എത്ര മണിയായി? 6:15 കേട്ടോ. അപ്പോൾ നമ്മുടെ പാർക്കിലെ പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുക. ഇന്ന് നമുക്ക് എന്തേലും ഖാന സ്പോൺസർ ബൈ ചക്കി. അപ്പം ഞങ്ങൾ പോയി ഫുഡ് കഴിച്ചിട്ട് വീട്ടിൽ പോട്ടെ. നമ്മളിത് ഈ ചേട്ടൻ്റെ കടയിലോട്ടോ കേട്ടോ പോകുന്നത്. നമ്മളിന്ന് കഴിക്കാൻ പോകുന്നത് KFC ആണ്. അപ്പം KFC കഴിച്ചിട്ട് കുറച്ച് നാളായിരുന്നു. ആ മുഖത്തെ സന്തോഷം കണ്ടോ. അവൻ്റെ ആഗ്രഹിച്ച് മോചിന്ന് അവനെ കൊണ്ടുപോകുന്ന KFC വാങ്ങിക്കാൻ കൊണ്ടുപോകുന്നതിൻ്റെ ചിരിയാട്ടോ. അപ്പോൾ ഇവൻ എത്ര തന്നാലും മതിയാവാത്തൊരു സാധനം കേട്ടോ കോഴി. ഇങ്ങനത്തെ ഒരു കോഴി. എൻ്റെ യാദൂട്ടൻ്റെ സ്വഭാവമൊക്കെ ഏകദേശം ഒന്നാട്ടോ. വേണമെങ്കിൽ എൻ്റെ മിനിയേച്ചർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾ വഴക്കുണ്ടാക്കിയിട്ട് അവൻ പിണക്കം മാറ്റാൻ വേണ്ടിയിട്ട് വരുന്ന ഒരു ഉമ്മയാട്ടോ. ആ ഉമ്മ നമ്പർ എടുക്കാൻ ഇവനെ കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ. വേണ്ട ഈ ബാഗ് എടുത്തിട്ട് ഇത് എൻ്റെ അമ്മയുടെ ബാഗ്, ഇത് ഞാൻ സൂക്ഷിച്ചോളാം എന്നൊക്കെയാണ് പറയുന്നത്. സൂപ്പിടാൻ എന്തെങ്കിലും കാരണങ്ങൾ വേണ്ടേ. ഇവനിതൊക്കെ എവിടെ നിന്ന് പഠിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. നമ്മൾ ഓർഡർ ചെയ്ത് ബർഗറും ഫ്രൈഡ് ചിക്കനും വരുന്ന കോംബോ ആയിരുന്നേ. അപ്പോൾ എന്തായാലും നല്ല അടിപൊളിയായിട്ട് KFC ഒക്കെ കഴിച്ചിട്ട് നമ്മൾ ഇറങ്ങി. അപ്പം നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു ഫോൺ കോൾ വരുന്നുണ്ട്. നമ്മുടെ ഡാഡി കോൾ ആട്ടോ. എവിടെയായി, രാത്രിയായി, എത്തുന്നില്ലെന്ന് ചോദിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇഷ്ടമായ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക് കേട്ടോ.